സോ ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. ലീ ക്രോണിൻസ് ദി മമ്മി കണ്ടു. ഈ മമ്മി ഫ്രാഞ്ചൈസിന്റെ പുതിയൊരു റീബൂട്ടാണ്, പക്ഷെ ഇതൊരു മമ്മി സിനിമ പോലെ തന്നെ തോന്നത്തില്ല. നിങ്ങൾ ആദ്യം വന്ന ഈ OG മമ്മി മൂവീസ് ഒക്കെ തന്നെ ഒരു അഡ്വഞ്ചറസ് ടോണിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ സിനിമ കൂടുതലും ഒരു വീടിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിന്റെ അകത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് ഫോക്കസ് ചെയ്ത് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ OG മമ്മിയുടെ 4th പാർട്ട് അടുത്ത വർഷം റിലീസ് ആകുന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ ടോം ക്രൂസിന്റെ മമ്മിയല്ല, അതിനു മുമ്പുള്ള ടോം ക്രൂസിന്റെ മമ്മിയൊക്കെ അങ്ങ് പൂട്ടി പോയെന്നാണ് കേൾക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ഫിലിം, ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ടോണ്, ആ ഈജിപ്ഷ്യൻ ടച്ച് നമുക്ക് ഓവറോൾ തന്നെ സിനിമയെ കാണാൻ പറ്റും. ഈ ടോം ക്രൂസ് സിനിമയെ നോക്കി അത്ര ഈജിപ്ഷ്യൻ ടച്ച് ഇല്ല, എന്നാൽ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഈജിപ്ഷ്യൻ ടച്ച് ചെറുതായിട്ട് നമുക്ക് അവിടെ എവിടെയായിട്ട് തോന്നും. പിന്നെ ഇതിന്റെ വൺലേ നോക്കിയ ഒരു ന്യൂസ് റിപ്പോർട്ടറിന്റെ ഒരു ഫാമിലി, അവിടെ ആ ഫാമിലിയിൽ നിന്ന് ഒരു കൊച്ചു കാണാതെ പോകുന്നതും പിന്നെ 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ഏൻഷ്യന്റ് പെട്ടിക്കകത്ത് ഒരു മമ്മി പോലെ സെറ്റ് ചെയ്ത് ആ കൊച്ചിനെ തിരിച്ചു കിട്ടും. പിന്നെ ആ കൊച്ചു തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നതും പിന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതാണ് ബാക്കി സിനിമ. പിന്നെ ആ കൊച്ചിന് എന്ത് പറ്റിയെന്നാ 8 വർഷം ആ കൊച്ചു എവിടെയായിരുന്നു, ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത വിധം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്യൂരിയോസിറ്റി ഒരു പ്രീ ക്ലൈമാക്സിന്റെ അവിടേക്കാണ് അത് റിവീൽ ചെയ്യുന്നത്. പക്ഷെ ആ റിവീൽ ചെയ്ത സാധനം, ആ റീസൺ കുറച്ചുകൂടെ അങ്ങ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യായിരുന്നു. ഇവർക്ക് നല്ലൊരു സ്റ്റോറി ഒക്കെ ഈ കഥ വെച്ച് ബിൽഡ് ചെയ്യാം. നൈസ് സ്റ്റോറിയാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. വൺലേ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ആ റീസൺ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ലെന്നേ പറയണ്ട. ഈ സിനിമ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മോശം സിനിമയായിട്ട്, ഒരു മോശം സിനിമയല്ല, ഒരു നൈസ് ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല സിനിമയാണ്. ഇത് നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ ഒരു മോശം സിനിമ ഒരു ഫീല് വരത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു ബോഡി ഹൊറർ സിനിമയാണ്. സോ ഈ ബോഡി ഹൊറർ ഒക്കെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയുടെ അടുത്തോലും പോരുത്. പക്ഷെ അത്ര എക്സ്ട്രീം ആയിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ ഈ കണ്ണിറക്കുന്ന കണക്കത്തെ സീൻസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. അത് ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണരുത്, ഫുഡൊക്കെ തുപ്പാനൊക്കെ തോന്നും. സോ ഈ ബോഡി ഹൊറർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഫുഡ് കഴിക്കുന്നത് കാണാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ്. നിങ്ങളൊരു നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള സൗണ്ട് സിസ്റ്റത്തിലേക്ക് ഇട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഒരു സീൻ, ഒരു നഖത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു തൊലി ഉരിഞ്ഞു വരുന്ന ഒരു സീന്. സോ അതിന്റെ ആ സൗണ്ട് ഡിസൈനിങ്, ഈ സിനിമയുടെ റൺ ടൈം 2 മണിക്കൂർ ഏതാണ്ടുണ്ട്. 2 മണിക്കൂറോ 2 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ എന്തുണ്ട്. പക്ഷെ ഈ ഇതിന്നൊരു അരമണിക്കൂർ ഈസി ആയിട്ട് അവർക്ക് കട്ട് ചെയ്യായിരുന്നു. സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത സീൻസ് അവിടെ എവിടെയായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊരിട്ടും ലാഗായിട്ട് തോന്നിയതുമില്ല, ജസ്റ്റ് ചെറിയ പറയുന്നേ ഉള്ളൂ. റൺ ടൈം കുറച്ചുകൂടെ കുറയ്ക്കായിരുന്നു എങ്കിൽ ഇത്തി കൂടെ സിനിമ എല്ലാവരും കണക്ട് ആവും. നല്ല ക്രിസ്പായിട്ട് എടുത്ത് തീർക്കുമ്പോൾ നൈസായിരിക്കും. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ ദി മമ്മി, അത് മമ്മി എന്ന ഈ സിനിമയ്ക്ക് പേരിടാൻ ഒരു ആവശ്യമില്ലായിരുന്നു. ആദ്യം ഈ സിനിമയുടെ പേര് ദി റിസറക്റ്റഡ് എന്നായിരുന്നു, പിന്നീട് അത് മാറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി മമ്മി എന്ന പേര് ഉപയോഗിച്ച് കുറച്ച് പൈസ എടുക്കാൻ നോക്കി കാണും. പക്ഷെ ഇത് ഇന്ത്യയിൽ അത്ര ഓടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അണ്ടർ റേറ്റഡ് ആയി പോയതുപോലെ ഉണ്ട്. പിന്നെ സിനിമയിൽ അവിടെ ഇവിടെ കുറച്ച് ലോജിക് പ്രോബ്ലംസ് ഉണ്ട്. ചില സ്റ്റോറീസ് അങ്ങനെ പറയുന്ന പോലും ഇല്ല. ചില ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു സോംബി സിനിമ ആണെന്ന ഫീലൊക്കെ അവിടെ എവിടെയായിട്ട് തോന്നി. അങ്ങനെ ചെറിയ സീൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ സോംബി കണക്കൊക്കെ ഇവരെന്തിനാണ് കാണിക്കണമെന്ന് അത്ര നൈസായിട്ട് അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടില്ല. നൈസായിട്ട് ഇങ്ങനെ പുറത്തൂടെ തന്നെ കഥകൾ അങ്ങ് പറഞ്ഞു പോകാനായിരിക്കും ഇവർ കൂടി ശ്രമിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ഈ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടൂ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നതിന് ബൈ ബൈ.